എന്താ ഇവിടെ ടീച്ചർ, ഞാൻ ഈ ഹോംവർക്ക് ചെയ്തിട്ടില്ല. സാരമില്ല, നമുക്ക് പോവാം, ക്ലാസ്സിലേക്ക് പോവാം. ഇന്നൊരു രക്ഷിതാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗണിതത്തിൽ കണക്കൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടി സ്കൂളിൽ വരാനൊരു മടിയുണ്ട് എന്നുള്ളൊരു അഭിപ്രായമായിട്ടാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് മറികടക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. Mathematics is not an easy subject for most of the students. This is because the mathematical concepts are not conceived properly. Therefore, the children generally show a lack of interest in studying maths. The weekly subject council discussed the practical ways to overcome this and presented some suggestions. The points were presented before the SRG and the school decided to adopt them in the classrooms. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്ക പരിഹരിക്കാൻ തീരുമാനമായി. എത്രയും പെട്ടെന്ന് രക്ഷിതാക്കൾക്ക് ശില്പശാല നടത്താൻ തീരുമാനമായി. ഇവിടെ ഞാൻ രണ്ടിന്റെ ഗുണിതങ്ങളൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഇതിൽ ഒന്ന് രണ്ടിന്റെ ഗുണനെ പറ്റിയ ഇതിലാണ്. 2 ഇട്ടിട്ടുണ്ട്, ഓരോന്നിൽ 2 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 2 2. ഇപ്പൊ 2 2 4 2 കൂടി. ഇപ്പൊ 3 2 6 വീണ്ടും 2 കൂടി. 4 2 8 വീണ്ടും 2 കൂടി. ഗുണനെ പറ്റിയ കാണാം. പഠിക്കാതെ തന്നെ ആ പട്ടിക അവരുടെ മനസ്സിൽ ഉറക്കും. ഗുഡ് മോർണിംഗ്. Sit down. Here in this classroom, the students are testing whether the TLM gives the same answer in the calculation of 3 into 4. Each group finds the answer using different calculation methods. Finally, the children find that the product given by the TLM is the same. അപ്പോൾ ഇതുപോലെ ഒരു പഠനോപകരണം ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള നിരന്തരമായ ഇടപഴകലിലൂടെ കുട്ടിയും പഠനവും തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയും അവരറിയാതെ തന്നെ ഗണിതാശയങ്ങൾ മനസ്സിലുറയ്ക്കുകയും പിന്നീട് ഒരു ഉപകരണത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ഗുണന വസ്തുതകൾ പാഠമാക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം ഉപകരണങ്ങളുടെയൊക്കെ ഒരു പ്രസക്തി. On finding the effectiveness of the learning material in the classroom, the school decided to select the lessons appropriate for making TLM from the textbooks of Standard 1 to 7 and also to conduct a workshop for making useful learning material. They ensured the participation of the parents in this creative project. The school also utilized the practical advices from BRC, DIET and SCERT. ഗണിതത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഗണിതം എത്രത്തോളം പ്രസക്തമാണ് എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. The realization that these learning material are effective in conveying the mathematical concepts to children in a simple and interesting manner resulted in Vettam UP School's proud project Ganita Mitram, or Make Maths Your Friend. Definitely a special creative project that reflects the great mathematical tradition of the land of Vettam. അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സമാന്തര വരകൾ എന്നുള്ള പാഠഭാഗത്തെ 3ാമത്തെ പഠന നേട്ടം അല്ലെങ്കിൽ 3ാമത്തെ ആശയമാണ് എടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, അതേപോലെ ടങ് ക്ലീനർ, നെറ്റ്, ബോൾട്ട്, കത്തി, ഇതൊക്കെ നമുക്ക് ആവശ്യം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ചിട്ട് ആ ഭാഗത്ത് ചാർട്ട് പേപ്പർ ഒട്ടിക്കുക.
When the TLM production process got momentum, more material were created, and in order to introduce them in a better way and also to make them useful to others, the school conducted a seminar on maths and also a learning material exhibition. To explain which learning outcome is represented by each TLM and to show how to use them, they have made an attractive printed booklet also. In the school exhibition hall, the children are now introducing different learning material. ഏഴാം ക്ലാസ്സിലെ തന്നെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കുന്ന ഒരു പഠനോപകരണമാണിത്. അതിലൊന്ന് പൈതഗോറസ് സിദ്ധാന്തം. ഈ TLM ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ വേഗത്തിലായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് പൈതഗോറസ് സിദ്ധാന്തം ശരിയാണോ എന്ന് തെളിയിക്കാം. ഉദാഹരണമായി, ഈ ലംബവശമായ സമചതുരമാണല്ലോ ഇത്, ഇനി ഈ ലംബവശമായ സമചതുരമാണല്ലോ ഇത്, ഇതാണല്ലോ കർണം. ഇത് മാറ്റിവെക്കുമ്പോൾ കർണവശമായ സമചതുരം കിട്ടി, അഥവാ കർണത്തിന്റെ വർഗം. ഇതിൽ നിന്നും ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക കർണത്തിന്റെ വർഗത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഇതാണ് സങ്കലന ഹാർമോണിയം. ഇതിൽ 2 സംഖ്യകൾ എളുപ്പത്തിൽ കൂട്ടാൻ സങ്കലന ഹാർമോണിയം നമ്മെ പഠിപ്പിക്കും. ഉദാഹരണമായി 2 കൂട്ടൽ 4 എന്ന സംഖ്യ നമുക്കൊന്ന് കൂട്ടി നോക്കാം. The positive change observed among the children in their approach toward learning mathematics have made the teachers more confident. Moreover, the academic improvement also brought very much satisfaction, which is represented in the statistical record prepared by the school. The parents also shared their satisfaction. എൻ്റെ മോള് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവൾക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല മാത്സിൽ. പിന്നെ ഈ പഠനോപകരണങ്ങൾ വെച്ചിട്ടുള്ള പഠിത്തത്തിൻ്റെ ഉഷാറ് കൊണ്ടാണ് അവൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റിയത്. സ്കൂളിലേക്ക് വരാനും അവൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. അവൾ വളരെ ഹാപ്പിയാണ്. കുട്ടികളുടെ ഗണിത വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഈ സ്കൂൾ വളരെ മാതൃകാപരമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. Now the school is very proud to see other schools also adopting this teaching method. This learning material also helped the students even to become instructors during their interval times. Even in these times of information technology, these types of learning methods have great relevance in developing the artistic talents and creativity of our children. This itself is the reason for the success of this project. The school humbly acknowledges the contributions of its former teachers too in this regard. ലോകമേ നിനക്കു വന്ദനം, ശാസ്ത്രരാജ്ഞിയായ ഗണിതമേ നിനക്കു വന്ദനം.